നമസ്കാരം. യൂണിവേഴ്സൽ മലയാളം തോട്ട്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്തൊക്കെ സമൃദ്ധികളുണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു കുറവ്, എന്തോ ഒന്ന് നമുക്ക് കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ പലപ്പോഴും നമ്മിൽ മിക്കവരിലും ഉണ്ടായിരിക്കുന്നതാണ്. അതായത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തോ ഒന്ന് മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു ധാരണ. ഈ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൻ്റെ അഗാധ തലത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നാം പലപ്പോഴും പലതരം സന്തോഷങ്ങളും പലതരം എക്സൈറ്റ്മെൻറ്റുകളും തേടിപ്പോകുന്നത്. എന്നാൽ നാം സന്തോഷത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ആഹ്ലാദത്തിന് വേണ്ടിയും എത്ര തന്നെ ശ്രമിച്ചിട്ടും പല ആഹ്ലാദങ്ങളും നാം അനുഭവിച്ചിട്ടും പല സന്തോഷങ്ങളും നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടും നമ്മുടെ ആ മനസ്സിനകത്തെ ഇനിയും എന്തോ ബാക്കിയുണ്ട് എന്നുള്ള ഒരു തോന്നൽ, ആ ഒരു ശൂന്യത നമ്മളെ വീണ്ടും വേട്ടയാടുന്നു. ഈ ശൂന്യത നമ്മെ വീണ്ടും വീണ്ടും കൂടുതൽ ആഹ്ലാദങ്ങൾ കണ്ടെത്തുവാൻ, കൂടുതൽ സന്തോഷങ്ങൾ അനുഭവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും നാം അതിനുവേണ്ടി പരിശ്രമിക്കുകയും എന്നാൽ അവസാനം നാം വീണ്ടും നിരാശയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇത് ഒരു ചക്രം പോലെ, ഒരു സൈക്കിൾ പോലെ വരുന്നത് കൊണ്ട് നാം ഈ ഒരു ചുഴിയിൽ പെട്ട് നമ്മുടെ ജീവിതം, നമ്മുടെ മരണം വരെയും നാം നയിക്കുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നത് കൊണ്ട് നാം സന്തോഷമായിരിക്കും എന്നുള്ള നമ്മുടെ ധാരണയാണ് ഇത്തരം ആന്തരിക ശൂന്യതയ്ക്ക് പ്രധാനമായും കാരണമാകുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിൽ നാം വിജയിക്കുമ്പോൾ നാം താൽക്കാലികമായി മാത്രമാണ് സന്തോഷം അനുഭവിക്കുന്നത്. ഒരു ആഗ്രഹം നേടിയെടുത്ത സന്തോഷം അവസാനിക്കുകയും മറ്റൊരു ആഗ്രഹത്തിൻ്റെ പുറകെ നമ്മുടെ മനസ്സ് പോകുകയും ചെയ്യും. നാം നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ നാം പണ്ട് ആഗ്രഹിച്ച പല കാര്യങ്ങളും നാം അറിയാതെ തന്നെ നാം സാധിപ്പിച്ചെടുത്തിട്ടുണ്ട്. നാം അതിൻ്റെ സന്തോഷങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട്. എന്നാൽ ആ ആഗ്രഹങ്ങളും ആ സന്തോഷങ്ങൾ ഒന്നും തന്നെ നമ്മുടെ കൺമുമ്പിൽ ഒരു വിലയില്ലാതായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ ജോലി, നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം, ഇതെല്ലാം ഒരുപക്ഷെ നിങ്ങൾ പണ്ടെപ്പോഴോ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളായിരിക്കും. എന്നാൽ ഇതൊന്നും നേടിയെടുത്തതിന് ശേഷവും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ മറ്റു പല ആഗ്രഹങ്ങളുടെയും പുറകെ നിങ്ങളുടെ മനസ്സിനെ കയറൂരി വിട്ടിരിക്കുകയാണ്. ഇത് ഒരു മനുഷ്യ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയായതുകൊണ്ട് ഇത്തരം സ്വഭാവങ്ങളിൽ നാം ലജ്ജിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, ഇത്തരം സ്വഭാവങ്ങൾ ഒരു പരിധിവരെ നമ്മുടെ പുരോഗതിക്ക് ആവശ്യവുമാണ്. എന്നാൽ വളരെ പരിശ്രമിച്ച് നാം മുൻപ് നേടിയെടുത്തിട്ടുള്ള പല ആഗ്രഹങ്ങളും നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ഥിരമായ ഒരു സന്തോഷം നമുക്ക് നൽകിയിട്ടില്ല എന്നുള്ള ഒരു അറിവ് നാം നമ്മുടെ മനസ്സിൽ അഗാധമായി പതിപ്പിക്കുന്നത് ഇനി നാം നേടിയെടുക്കുവാൻ പോകുന്ന ആഗ്രഹങ്ങൾ, അതായത് ഇപ്പോൾ നാം നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ സ്ഥിരമായ ഒരു സന്തോഷം തരും എന്നുള്ള ധാരണയിൽ ആയിരിക്കരുത്. കാരണം സുസ്ഥിരമായ ഒരു സന്തോഷവും സുസ്ഥിരമായ ഒരു അത്യാഹ്ലാദവും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കലും സാധ്യമായ കാര്യമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ജീവിതം എന്നത് സന്തോഷവും ദുഃഖവും മാറി മാറി വരുന്ന ഒരു പ്രതിഭാസമാണെന്നും അതിൽ സന്തോഷവും ദുഃഖവും നാം അനുഭവിക്കേണ്ടത് അനിവാര്യമാണെന്നും നാം മനസ്സിലാക്കണം. എന്നാൽ നാം പ്രവർത്തിക്കേണ്ടത് സന്തോഷത്തെയും ദുഃഖത്തെയും ഒരുപോലെ സ്വീകരിക്കുവാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കി എടുക്കുക എന്നുള്ള ഉദ്യമത്തിലാണ്. നമ്മുടെ പരിശ്രമം മൂലം നാം നേടിയെടുത്ത നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമുക്ക് പകർന്നു തന്ന അതേ സന്തോഷവും ആഹ്ലാദവും മാത്രമേ ഇനിയും നാം പരിശ്രമിക്കുന്ന, നമ്മുടെ ഭാവിയിൽ നാം നേടുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
അതുകൊണ്ട് നാം ലക്ഷ്യത്തെ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തുമ്പോൾ അത് സന്തോഷത്തിനോ സമാധാനത്തിനോ എന്നതിൽ ഉപരി ആ ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമായതും നമ്മുടെ ജീവിതത്തിന് ഊർജം പകരുന്നതും ആണ് എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതാണ്. നാം പലപ്പോഴും ലക്ഷ്യങ്ങളെ സെറ്റ് ചെയ്യുന്നതും നാം ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്നതും യഥാർത്ഥത്തിൽ നമുക്ക് ആ ഒരു ആഗ്രഹം നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആയിരിക്കണമെന്നില്ല. നാം ഇത്തരം ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും നിന്നും മാത്രം ഒരു സംതൃപ്തി അനുഭവിക്കുകയും നാം അറിയാതെ തന്നെ നമ്മുടെ ഊർജവും നമ്മുടെ സമയവും നഷ്ടപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും വെറുതെ ഒരു സമയം പോക്കുവാൻ ഉള്ള ഉപാധി അല്ലാതെ വെറും ഒരു സന്തോഷത്തിനുള്ള ഉപാധിയായി കാണാതെ അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായതും അത് നേടുവാനായി നാം നമ്മുടെ ജീവൻ തന്നെ പണയം വയ്ക്കുവാൻ നാം സന്നദ്ധനാകും എന്നുള്ള ഉറപ്പുമുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ആയിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും നമുക്ക് വളരെയധികം മാനസിക ഊർജം ഉപയോഗിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഊർജത്തെ ശരിയായ രീതിയിലും വിവേകത്തോടെയും ഉപയോഗിക്കേണ്ടത് നമ്മുടെ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾക്കെല്ലാവർക്കും വിജയം ആശംസിച്ചുകൊള്ളുന്നു.